പ്രതിസന്ധികൾ തരണം ചെയ്യാൻ ശ്രമിക്കണം. അതിൽ ചിലപ്പോൾ നമ്മുടെ ചില ആഗ്രഹങ്ങൾ ഉണ്ടാകും. ഒരു കൊറിയൻ ഡ്രാമ കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ഒരു പക്ഷേ അതിൻ്റെ അടിമയായി പോകും. അതിൽ നിന്ന് എങ്ങനെ മനസ്സിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും? അതിന് എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ 3 വഴികളാണ് ഈ ശ്രദ്ധാസൂക്തത്തിൽ നമ്മൾ കാണുന്നത്. ശ്രദ്ധാസൂക്തം ആദ്യം തൊട്ട് അവസാനം വരെ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഒന്ന്, നിങ്ങൾ അശ്രദ്ധയിലേക്ക് പോകുന്ന മനസ്സിന്റെ വൈകാരിക തലങ്ങളെ പുനർവിചിന്തനത്തിന് വിധേയമാക്കുക. എന്താണ്? നിങ്ങൾ അശ്രദ്ധയിലേക്ക് പോകുന്ന മനസ്സിന്റെ വൈകാരിക തലങ്ങളെ പുനർവിചിന്തനത്തിന് വിധേയമാക്കുക. മനസ്സ് മാറ്റുക. നമ്മുടെ ഓരോ കർമ്മങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവിടെ നമ്മൾ പ്രാണായാമത്തെ കൊണ്ടുവന്നു എന്നത് നിങ്ങൾ മറക്കരുത്. പ്രയാസം വരുമ്പോൾ വായു ഗോപ ഉപാസത്തെ എന്ന് നാം പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതുകൊണ്ട് നമ്മൾ പ്രാണായാമം ചെയ്യുക. വളരെ സിമ്പിളായ പ്രാണായാമങ്ങൾ ചെയ്യുക. വളരെ സിമ്പിളായിട്ട് ചെയ്യാം. പിന്നെ എന്താണ് പറയുന്നത്? യഥാ ദേവാസുരേഷു ശ്രദ്ധാം ഉഗ്രേഷു ചക്രിരേ എന്ന് പറയുന്നിടത്ത് നമ്മുടെ ശ്രദ്ധയിൽ നിന്നും നമ്മെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഘടകങ്ങളെ തിരിച്ചറിഞ്ഞ്, അസുരന്മാരെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാനുള്ള ഒരു ആഹ്വാനമാണ് നമ്മൾ കണ്ടത്. തുടർന്ന് പ്രഭാതത്തിലും ഉച്ചയ്ക്കുമെല്ലാം നമ്മുടെ ശ്രദ്ധയെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വിചിന്തനം ചെയ്യാൻ ശ്രദ്ധാസൂക്തം നമ്മളെ ഓർമ്മിപ്പിച്ചു. നിങ്ങളുടെ വൈകാരിക തലങ്ങളെ റീഇമാജിൻ ചെയ്യുക. റീഇമേജിൻ. ഇതിനാണ് നാം മന്ത്രപാഠം ചെയ്യുന്നത്. ദിവസവും ശ്രദ്ധാസൂക്തം ചെയ്യുന്നത് ഈ വൈകാരിക തലങ്ങളെ റീഇമേജിൻ ചെയ്യാൻ വേണ്ടിയാണ്. ദിവസവും ശ്രദ്ധാസൂക്തം ജപിക്കുക. എല്ലാ ദിവസവും ജപിക്കുക. അതിനാണ് നാം മന്ത്രപാഠം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. അതിൻ്റെ അർത്ഥം പദം മുറിച്ച് തന്നെ പഠിക്കുകയും വേണം. എന്നിട്ട് ഇത് നിങ്ങളെ മനസ്സിൽ ഉറപ്പിക്കണം. രണ്ടാമതായിട്ട് എന്താണ് വേണ്ടത്? നമ്മൾക്ക് യഥാർത്ഥത്തിലുള്ള കർത്തവ്യം എന്താണ് എന്ന് വിചിന്തനം ചെയ്യുക. നമ്മുടെ കർത്തവ്യം എന്താണ്? ഒരു ഭർത്താവ്, ഒരു ഭാര്യ, ഒരു വിദ്യാർത്ഥി, ഒരു ജോലിയിലിരിക്കുന്നയാള്, ജോലി ചെയ്യുന്നയാള് വിചിന്തനം ചെയ്യുക. എന്താണ് ആ വ്യക്തിയുടെ യഥാർത്ഥ ജോലി, കർത്തവ്യം എല്ലാം റീഇമാജിൻ ചെയ്യുക. ഇതാണ് ഈ മന്ത്രങ്ങളിൽ മുഴുവൻ നമ്മൾ കാണുന്നത്. മന്ത്രത്തിൽ ഇവിടെ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ മനസ്സ് ശ്രദ്ധാദേവിക്ക് നൽകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അഥവാ നൽകുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്ത് കർത്തവ്യമാണോ ചെയ്യുന്നത് അവിടെ നിങ്ങൾക്ക് പൂർണ്ണ ശ്രദ്ധയുണ്ടാകും എന്ന് ഉറപ്പിക്കാം. ഇനി മൂന്നാമത്തെ കാര്യം എന്താണ്? നിങ്ങൾ നിങ്ങളുടെ സ്വഭാവത്തെ റീഇമേജിൻ ചെയ്യുമ്പോൾ യു റീഇമേജിൻ യുവർ ടെമ്പർമെന്റ്. എൻ്റെ തന്നെ ഒരു ഉദാഹരണം ഞാൻ നിങ്ങളെടുത്ത് പറയാം കേട്ടോ. എനിക്കുണ്ടായ ഒരു അനുഭവം ഈ ഐപാഡ് ഇറങ്ങിയ സമയത്താണ്. ഞാൻ അതിൻ്റെ വലിയൊരു അടിമയായിരുന്നു. ഞാൻ അമേരിക്കയിലുള്ള എൻ്റെ ഒരു ശിഷ്യൻ സമ്മാനിച്ചതായിരുന്നു അത്, ആ ഒരു ഗാഡ്ജറ്റ് ഐപാഡ്. അന്നത് കേരളത്തിലൊന്നും വലിങ്ങനെ ആളുകളുടെ കയ്യിലില്ല. അതൊരു എന്താ പറയുക, പ്രതാപത്തിൻ്റെയും പത്രാസിൻ്റെയും ഒക്കെ ഒരു കാലമാണ്. അപ്പോൾ എൻ്റെ പ്രധാന പണി എന്തായെന്ന് വെച്ചാൽ അതിലെ ആംഗ്രി ബേർഡ് കളിക്കലായി. എൻ്റെ സമയം മുഴുവൻ ഇതിലേക്കായിട്ട് മാറി. അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധ തിരിക്കാൻ പറ്റുന്നില്ല. ആര് വിളിച്ചാലും സമയമില്ല. ഭാര്യ വിളിച്ചാൽ പോലും സമയമില്ല. ഒന്നിനും സമയമില്ല. അന്ന് ഈ ഡിവൈസ് സാർവത്രികമല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഞാൻ ചിന്തിച്ചു, വാട്ട് ഈസ് റിയലി മൈ പ്രോബ്ലം? എനിക്ക് എന്താണ് സംഭവിച്ചത്? പുസ്തകങ്ങൾ എഴുതാൻ സാധിക്കുന്നില്ല, നല്ല രീതിയിൽ ക്ലാസ്സുകൾ എടുക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഞാൻ ശ്രദ്ധാസൂക്തം ചൊല്ലിക്കൊണ്ട് എൻ്റെ കാര്യങ്ങൾക്ക് ഞാൻ ഒരിക്കൽ കൂടി ഒരു പുനർവിചിന്തനത്തിന് വിധേയമാക്കി എന്നൊരു സത്യം ഞാൻ നിങ്ങളോട് പറയാണ്. ഒന്നാമതായി എന്താണ് എന്നെ ശ്രദ്ധയിൽ നിന്ന് വേർപ്പെടുത്തുന്നത് എന്നതിനെക്കുറിച്ച് ഞാൻ ശരിക്കും പഠിച്ചു. രണ്ടാമതായി ഞാൻ പഠിച്ചത് എന്താണ് എൻ്റെ കർത്തവ്യം എന്നാണ്. ഭാര്യയും 2 പെൺകുട്ടികളുമുണ്ട്. വാട്ട് ഈസ് മൈ ടാസ്ക്? വാട്ട് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി? മൂന്നാമതായി ഐ റീഇമേജൈൻഡ് അബൌട്ട് മൈ ടെമ്പർമെന്റ്. എൻ്റെ ചിത്തവൃത്തികളെ, സ്വഭാവത്തെ ഞാൻ പുനർവിചിന്തനത്തിന് വിധേയമാക്കി. അപ്പം ഞാൻ തിരിച്ചറിഞ്ഞു ഞാൻ എവിടെയാണ് എൻ്റെ ശ്രദ്ധ ഡിസ്ട്രാക്ഷൻ വരുന്നത്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ റീഇമേജിൻ ചെയ്യേണ്ടതായ 3 മേഖലകളിൽ ഒന്ന്
നമ്മെ ശ്രദ്ധയിൽ നിന്ന് അകറ്റുന്ന വൈകാരികമായ പ്രേരക ശക്തിയെക്കുറിച്ച് മനസ്സിലാക്കുക. 2, നമ്മുടെ കർത്തവ്യം എന്താണ് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കുക. 3, നമ്മുടെ ചിത്തവൃത്തി അഥവാ സ്വഭാവത്തെക്കുറിച്ച് മനസ്സിലാക്കുക. ഇതാണ് ശ്രദ്ധയിലേക്ക് നമ്മളെ കൊണ്ടുവരാനുള്ള ടെക്നിക്. ഇത് ഒരു യജ്ഞത്തിൽ ഹവിസ് പ്രദാനം ചെയ്യുന്നത് പോലെ പ്രധാനമാണ്.